ഇന്ത്യയിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഡേറ്റ അനലിറ്റിക്സ് എന്ന മേഖലയിൽ വിവരിക്കാൻ പറ്റുന്നതിലും അധികമുള്ള ഗ്രോത്ത് ആണ് നമ്മൾ കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് പ്രധാന കാരണം ഇന്ത്യയിൽ വർദ്ധിച്ചു കൊണ്ടുവരുന്ന ഇന്റർനെറ്റ് യൂസേഴ്സ് തന്നെയാണ്. 2020 ജനുവരിയിൽ 25 കോടി ജനങ്ങൾക്ക് മാത്രമേ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്നിപ്പോൾ 3 വർഷങ്ങൾക്കിപ്പുറം 75 കോടി ജനങ്ങൾക്ക് ഇന്റർനെറ്റ് ആക്സസിബിലിറ്റി ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഏകദേശം 3 ഇരട്ടി ഇന്റർനെറ്റ് യൂസേഴ്സ് ആണ് വർദ്ധിച്ചത്. 2025 എത്തുമ്പോൾ 95 കോടി എത്തുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ഇന്റർനെറ്റ് യൂസേഴ്സിന്റെ വർധനവ് കാരണം കമ്പനീസിന് കൺസ്യൂമേഴ്സിന്റെ അല്ലെങ്കിൽ യൂസേഴ്സിന്റെ ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റും. ഈ ഡേറ്റ ഉപയോഗിച്ച് കമ്പനീസ് പഠിക്കാൻ തുടങ്ങി. ഈ പഠനം ഡേറ്റ അനലിറ്റിക്സ് എന്ന മേഖലയുടെ സ്കോപ്പ് കൂട്ടി. ഈ പഠനത്തിലൂടെ കമ്പനീസിന് വളരെ എഫക്റ്റീവും പവർഫുൾ ആയിട്ട് ഒരുപാട് ഡിസിഷൻസ് എടുക്കാൻ സാധിച്ചു. പക്ഷേ ഇന്നിപ്പോ എല്ലാവരുടെയും മനസ്സിൽ ഒരുപാട് ചിന്തകൾ കടന്നുപോവുകയാണ്. ഡേറ്റ അനലിറ്റിക്സ് ഫീൽഡ് ഡൈയിങ് ഫീൽഡ് ആണോ? ഡേറ്റ അനലിറ്റിക്സ് ജോബുകളെ ഓട്ടോമേറ്റ് ചെയ്യാൻ കഴിയുമോ? ഡേറ്റ അനലിറ്റിക്സ് ഓവർ സാച്ചുറേറ്റഡ് ആണോ? ഇനി ഡേറ്റ അനലിറ്റിക്സ് പഠിക്കുന്നത് മണ്ടത്തരമാണോ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ എല്ലാവരെയും മനസ്സിൽ കാണും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്തരം കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. സോ ഡേറ്റ അനലിറ്റിക്സ് ഫീൽഡിൽ ജോബ് നേടാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഡേറ്റ അനലിറ്റിക്സ് ഫീൽഡിൽ കറന്റ് വർക്ക് ചെയ്യുന്ന ഒരാളും ഈ വീഡിയോ മിസ് ചെയ്യരുത്. ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് സാഹിർ. ഈ ചാനൽ നമ്മൾ ഡേറ്റ സയൻസ്, ഡേറ്റ അനലിറ്റിക്സ്, ടെക്നോളജി, പ്രോഗ്രാമിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഫൈനാൻസ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ വീഡിയോയിലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. സോ ഐ എം സാഹിർ. വെൽക്കം ടു ന്യൂ വീഡിയോ ഫിഡിയോ. ഇന്ന് നമുക്കറിയാം കമ്പനീസ് എല്ലാം അറിഞ്ഞോ നമ്മളുടെ എല്ലാം ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളത് നിങ്ങൾക്കും അനുഭവിക്കാൻ പോസിബിലിറ്റി ഉണ്ട്. കാരണം പലപ്പോഴും ഞാൻ എന്റെ സുഹൃത്തുക്കളുടെ മൊബൈലൊക്കെ സൈലന്റ് ആക്കി വെച്ചിട്ടോ അല്ലെങ്കിൽ മൊബൈലിൽ ക്യാമറയോ ഡിസ്പ്ലേ ഒന്നും ഓൺ ആക്കാതെ മൊബൈൽ മാറ്റി വെച്ചിട്ടായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ഒരു കോൺവെർസേഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഗൂഗിളിലോ ഫേസ്ബുക്കിലോ ഒക്കെ നോക്കുമ്പോൾ എനിക്ക് വരുന്നത് ഞാൻ സംസാരിച്ച കോൺവെർസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസോ കോണ്ടന്റോ ഒക്കെ ആയിരിക്കും. ഈ ഒരു സംഭവം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതിൽ ഞാൻ പ്രൊഡക്റ്റിനെ കുറിച്ചാണ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ കാണുന്ന വീഡിയോസും പിന്നെ ഞാൻ കാണുന്ന കോണ്ടന്റും എല്ലാം ഇത് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും. സോ നിങ്ങൾക്കും ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ അനുഭവം ഉണ്ടായത്? ഗൂഗിൾ ആണോ ഫേസ്ബുക്ക് ആണോ എന്നുള്ളത് നിങ്ങൾ താഴെ രേഖപ്പെടുത്തുക. ചെറുതും വലുതുമായ കമ്പനീസ് എല്ലാം ഇന്ന് ഡേറ്റ കളക്ട് ചെയ്ത് കൺസ്യൂമറിനെ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാനും അവരുടെ ഓപ്പറേഷൻസും സിസ്റ്റംസും ബെറ്റർ ആക്കാനെല്ലാം ശ്രമിക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ കമ്പനീസ് കളക്ട് ചെയ്യുന്ന ഡേറ്റ ഉപയോഗിച്ചിട്ട് മീനിങ്ഫുൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് ഡിറൈവ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡേറ്റ അനലിറ്റിക്സ് അല്ലെങ്കിൽ ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്ന വ്യക്തി നമ്മൾ ഡേറ്റ അനലിസ്റ്റ് എന്ന് പറയും. ഇത് ഉപയോഗിച്ച് കമ്പനീസ് ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്താൻ കഴിയും. ലൈക്ക് കൺസ്യൂമർ ബിഹേവിയർ മനസ്സിലാക്കാനും ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് അനലൈസ് ചെയ്യാനും ഒക്കെ സാധിക്കും. സോ നിങ്ങൾക്ക് ഡേറ്റ അനലിറ്റിക്സ് എന്താണെന്നും ഡേറ്റ അനാലിസിസ് എന്താണെന്നും ഡേറ്റ അനലിസ്റ്റ് എന്താണ് ചെയ്യുന്നതെന്നും മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യം, ഡേറ്റ അനലിറ്റിക്സ് ഡൈയിങ് ഫീൽഡാണ്. ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഗൂഗിൾ ട്രെൻഡിൽ പോവാം. ഗൂഗിൾ ട്രെൻഡിൽ പോയിട്ട് നമുക്ക് കഴിഞ്ഞ 5 വർഷത്തെ ഗൂഗിൾ ട്രെൻഡ് ഡേറ്റ അനലിറ്റിക്സ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഇതിനായിട്ട് ഞാൻ ഗൂഗിൾ ട്രെൻഡിൽ ചെന്ന് ഡേറ്റ അനലിറ്റിക്സ് എന്ന ടേം സെർച്ച് ചെയ്തു. ഈ ഗ്രാഫ് കൊണ്ട് നമുക്ക് മനസ്സിലാവും കഴിഞ്ഞ 5 വർഷമായിട്ട് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഗ്രോത്ത് ആണ് ഡേറ്റ അനലിറ്റിക്സ് ഫീൽഡിൽ കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഉടനെ ഒന്നും ഡേറ്റ അനലിറ്റിക്സ് ഫീൽഡ് ഒരു ഡൗൺ ട്രെൻഡ് കാണുന്നില്ല. അഥവാ സ്റ്റേബിൾ ആയിട്ടുള്ള ഗ്രോത്ത് ആയതുകൊണ്ട് തന്നെ ഒരു ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിലും സ്റ്റേബിൾ ആയിട്ട് ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ ഈ ട്രെൻഡിൽ AI കൂടി ആഡ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും AI അതിവേഗമാണ് എസ്പെഷ്യലി ഈ വർഷം 2023 ഗ്രോ ചെയ്തെന്നുള്ളത്. ഇനി വരാൻ പോകുന്ന വർഷങ്ങളിലും AI ട്രെൻഡ് അതിവേഗം വളരുമെന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സോ ഇങ്ങനെ AI ബേസ്ഡ് ടൂൾസിന്റെ വർധന ഉണ്ടെങ്കിൽ ഡേറ്റ അനലിറ്റിക്സ് അല്ലെങ്കിൽ ഡേറ്റ അനാലിസിസ് മേഖല എന്താണ് ഗുണം എന്നല്ലേ നിങ്ങൾ ചിന്തിച്ചത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏത് AI ബേസ്ഡ് ടൂൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും അവിടെ ഡേറ്റ വേണം. ഇങ്ങനെ ഡേറ്റ വേണം എന്നുണ്ടെങ്കിൽ ആ ഡേറ്റ ക്ലീൻ ചെയ്യണം, പ്രോസസ് ചെയ്യണം. ഇങ്ങനെ ഡേറ്റ ക്ലീൻ ചെയ്യാനും പ്രോസസ് ചെയ്യാനും ഒക്കെ ഡേറ്റ അനലിസ്റ്റുകളുടെ ആവശ്യകത മാൻഡേറ്ററി ആണ്. സോ AIയുടെ കുതിച്ചുചാട്ടം കാരണം ഡേറ്റ അനലിറ്റിക്സ് ഫീൽഡ് ഉടനെ ഒന്നും താഴോട്ട് പോകില്ല എന്ന് മാത്രമല്ല അതിവേഗം വളരുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഡേറ്റ അനലിറ്റിക്സ് AI കാരണം ഓട്ടോമേറ്റ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ഡേറ്റ അനാലിസ്റ്റുകളെ AI റീപ്ലേസ് ചെയ്യുമോ? കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ദിനം പ്രതി ഒട്ടനവധി AI ടൂൾസ് ആണ് ലോഞ്ച് ആവുന്നത്. ഓട്ടോ കോഡ് ബേസ്ഡും നോ കോഡ് ബേസ്ഡും ലോക്കൽ ടൂൾസും ബിഗ് ഡേറ്റ ടൂൾസും ഒക്കെ ആയിട്ട് ഒട്ടനവധി ടൂൾസ് ദിനം പ്രതി മാർക്കറ്റിൽ ലോഞ്ച് ആവുന്നുണ്ട്. പലരും ചിന്തിക്കുന്നത് ഈ ടൂൾസിന്റെ അഡ്വാൻസ്മെന്റ് കാരണം ഡേറ്റ അനലിറ്റിക്സുകളുടെ ജോലി നഷ്ടപ്പെടുമെന്നാണ്. ഈ AI ടൂൾസ് എല്ലാം ഓരോ ദിവസവും ബെറ്റർ ആകുന്നുണ്ടെങ്കിലും എന്റെ ഒരു വിശ്വാസത്തിൽ AI ടൂൾസിന് കറന്റ് സിനാരിയോയിൽ ഡേറ്റ അനലിസ്റ്റുകളെ റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇതിന് പ്രധാന കാരണം നമ്പർ 1 ഹ്യൂമൻ ജഡ്ജ്മെന്റ് ആൻഡ് എക്സ്പെർട്ടീസ്. ഡേറ്റ അനലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫീൽഡ്
ക്രിട്ടിക്കൽ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസും ഡൊമൈൻ നോളജും ഡേറ്റ അനലിസ്റ്റുകൾക്ക് ഇൻഡസ്ട്രി സ്പെസിഫിക് നോളജും ക്രിട്ടിക്കൽ തിങ്കിങ് കാപ്പബിലിറ്റീസും എല്ലാം വേണം. ഇത്തരത്തിലുള്ള എല്ലാ കാപ്പബിലിറ്റീസും അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് കാപ്പബിലിറ്റീസ് ഒന്നും അടുത്തൊരു 10 വർഷത്തേക്ക് AI ടൂൾസിന് വരില്ല എന്നാണ് ലോകത്തിലെ തന്നെ പ്രമുഖരായിട്ടുള്ള AI ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ പറയുന്നത്. AI ടൂൾസിന് ഈ സ്കിൽസ് റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിലും പക്ഷേ ഈ സ്കിൽസിനെ കോംപ്ലിമെന്റ് ചെയ്യാനായിട്ട് AIക്ക് സാധിക്കും. രണ്ടാമത്തെ റീസൺ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സ്റ്റോറി ടെല്ലിംഗ്. ഒരു ഡേറ്റ അനലിസ്റ്റിന്റെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് ക്ലിയർ ആൻഡ് കൺസൈസ് ആയിട്ട് അവർ ഡിറൈവ് എടുത്ത ഇൻസൈറ്റ്സ് കൺവേ ചെയ്യുക എന്നുള്ളതാണ്. AI ടൂൾസിന് ഡേറ്റ വിഷ്വലൈസേഷൻ ചെയ്യാനും റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും, എങ്കിലും അത് എഫക്റ്റീവ് ആയിട്ട് കൺവേ ചെയ്യാൻ ഇപ്പോഴും സാധിക്കത്തില്ല. മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക് പ്രോബ്ലം സോൾവിംഗ്. ഡേറ്റ അനലിസ്റ്റുകൾ ഡേറ്റ പ്രോസസ് ചെയ്യുക മാത്രമല്ല, അവർ പ്രോബ്ലം സോൾവേഴ്സ് കൂടിയാണ്. അവരവരുടെ അനലിറ്റിക്കൽ സ്കിൽ ആൻഡ് ബിസിനസ് എക്സ്പെർട്ടീസ് ഉപയോഗിച്ചിട്ടാണ് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യുന്നത്. AIക്ക് കംപ്ലീറ്റ്ലി ഡേറ്റ അനലിസ്റ്റുകൾ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും AIക്ക് ഡേറ്റ അനലിസ്റ്റ് ജോബ് റോളിൽ ഒരുപാട് ഇമ്പാക്ട് കൊണ്ടുവരാൻ സാധിക്കും. ലൈക്ക് ഓട്ടോമേഷൻ ഓഫ് റിപ്പീറ്റേറ്റീവ് ടാസ്ക്. AI ടൂൾസ് ഉപയോഗിച്ച് ഡേറ്റ അനലിസ്റ്റുകൾക്ക് റിപ്പീറ്റീറ്റീവും ടൈം കൺസ്യൂമിംഗ് ടാസ്ക് ആയ ഡേറ്റ പ്രിപ്പറേഷൻ, ഡേറ്റ ക്ലീനിങ് പോലുള്ള കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് പാറ്റേൺ റെക്കഗ്നീഷൻ. AI അൽഗോരിതംസ് ഉപയോഗിച്ചിട്ട് നോർമലി ഹ്യൂമൻസിന് ഇമ്പോസിബിൾ ആയിട്ട് തോന്നുന്ന തരത്തിലുള്ള പാറ്റേൺസും റിലേഷൻഷിപ്സും ഒക്കെ ഡേറ്റയിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ പ്രഡിക്റ്റീവ് അനലിറ്റിക്സ്. AI മോഡൽസ് ഉപയോഗിച്ചിട്ട് ഫ്യൂച്ചറിൽ നടക്കാൻ സാധ്യതയുള്ള ട്രെൻഡ്സും ഫ്യൂച്ചറിൽ നടക്കാൻ സാധ്യതയുള്ള ഇവന്റ്സും ഫ്യൂച്ചർ ട്രെൻഡ്സും ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അടുത്തൊരു ചോദ്യമാണ്, വിൽ ഡേറ്റ അനലിറ്റിക്സ് ജോബ് ബി ഓവർ സാച്ചുറേറ്റഡ്? ഡേറ്റ അനലിറ്റിക്സ് ജോബ് ഓവർ സാച്ചുറേറ്റഡ് ആണോ എന്നുള്ളത് എന്റെ ഒരു അനാലിസിസിലും വിശ്വാസത്തിലും ഇപ്പോഴൊന്നും ഡേറ്റ അനലിറ്റിക്സ് ജോബ് റോള് ഓവർ സാച്ചുറേറ്റഡ് ആവുന്നതായിട്ട് കാണുന്നില്ല. ഇതിന് പ്രധാന കാരണം കണ്ടിന്യൂഡ് ഗ്രോത്ത് ഓഫ് ഡേറ്റ ആണ്. നമ്മൾ ദിനം പ്രതി ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റ എക്സ്പോണൻഷ്യലി ആണ് ഓരോ വർഷവും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇത് കാരണം ഒരുപാട് ഡേറ്റ അനലൈസ് ചെയ്യാനും ഇന്റർപ്രറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. AI പോലത്തെ ടൂൾസ് വേണം ഡേറ്റ അനലിറ്റിക്സ് ജോബ് റോൾ ഇവോൾവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. നമുക്കിപ്പം വെറുതെ പാറ്റേൺ ഐഡന്റിഫിക്കേഷനോ അല്ലെങ്കിൽ ഇൻസൈറ്റ്സ് ഡിറൈവ് ചെയ്യുന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ പർട്ടിക്കുലർ ടൂൾസ് മാത്രം അറിയാന്നുണ്ടെങ്കിൽ ഡേറ്റ അനലിസ്റ്റ് ജോബ് റോൾ ക്രാക്ക് ചെയ്യാനും ആ ഒരു ഫീൽഡിൽ എക്സൽ ചെയ്യാനും സാധിക്കുന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാലഘട്ടത്തിൽ അത് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഡേറ്റ ദിനം പ്രതി കോംപ്ലക്സ് ആയിക്കൊണ്ട് വരികയാണ്. സോ മെഷീൻ ലേണിംഗ് സ്കിൽസും പ്രോഗ്രാമിംഗ് സ്കിൽസും സ്റ്റാറ്റിസ്റ്റിക്കൽ നോളജും ഡൊമൈൻ നോളജും കമ്മ്യൂണിക്കേഷൻ സ്കിൽ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലും ഇനിയുള്ള സാഹചര്യത്തിൽ ഡേറ്റ അനലിറ്റിക്സ് ഫീൽഡിൽ നിങ്ങൾ എക്സൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിനം പ്രതി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. ദിനം പ്രതി നിങ്ങൾ ലേൺ ചെയ്യാനും അൺലേൺ ചെയ്യാനും വേണ്ടി പഠിക്കണം, അതിന് പരിശീലിക്കണം. എങ്കിൽ മാത്രമേ ലേറ്റസ്റ്റ് ടെക്നോളജിയെ കുറിച്ചും ലേറ്റസ്റ്റ് ഡേറ്റ അനാലിസിസ് ഫീൽഡിലെ ട്രെൻഡ്സിനെ കുറിച്ചൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കത്തുള്ളൂ. നിങ്ങൾക്കും ഇതുപോലെ ഡേറ്റ അനലിറ്റിക്സ് ഫീൽഡിൽ എക്സൽ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ, ഡേറ്റ അനലിറ്റിക്സ് ഫീൽഡിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് us at 974621123. സോ ഇൻ ഷോർട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്, ഭാവിയിലെ ഡേറ്റ അനലിറ്റിക്സ് ജോബ് റോൾ എന്ന് പറയുന്നത് AIയും ഡേറ്റ അനലിസ്റ്റും നമ്മളൊരു കൊളാബറേറ്റീവ് വർക്കിംഗ് മോഡൽ ആയിരിക്കും. AI ഡേറ്റ അനലിസ്റ്റുകളുടെ ജോബ് കുറച്ചും കൂടെ ബെറ്റർ ആക്കും. അവരുടെ റിപ്പീറ്റീവ് ടാസ്ക് ഒക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കും AI ടൂൾസ് ഉപയോഗിച്ച്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഡേറ്റ അനലിസ്റ്റുകളുടെ ജോബ് റോൾ ഒരുപാട് സ്ട്രാറ്റജിക് ആൻഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് മാറപ്പെടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആണെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഐ എം സാഹിർ സൈനിങ് ഓഫ്. താങ്ക് യു.